നമസ്കാരം. ധനപരമായ ഉയർച്ച ആഗ്രഹിക്കുന്നവർ തന്നെയാണ് ഏവരും. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ധനം അഥവാ പണം വന്നു ചേരുന്നതിന് മുൻപ് അഥവാ നല്ല സമയം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ പലവിധ സൂചനകൾ നമുക്ക് ലഭിക്കുന്നതാണ്. പ്രകൃതി തന്നെ, ഈശ്വരൻ തന്നെ അത്തരത്തിൽ പല സൂചനകളും നിങ്ങൾക്ക് നൽകി എന്ന് വരാം. എന്നാൽ പലപ്പോഴും അത്തരം സൂചനകൾ പലർക്കും മനസ്സിലാകണം എന്നില്ല. നിങ്ങളിലേക്ക് പണം, ധനം അല്ലെങ്കിൽ സാമ്പത്തികപരമായ ഉയർച്ച വന്നു ചേരുമ്പോൾ പ്രകടമാകുന്നതായ ആ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഈ സമയം അഥവാ നിങ്ങൾക്ക് ഉയർച്ച ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ചില ജീവികൾ പ്രത്യേകിച്ചും നിങ്ങളുടെ വീടുകളിൽ ദൃശ്യമാകുന്നു എന്നതാണ് വാസ്തവം. അതിൽ ആദ്യത്തേതായ ജീവി പാമ്പ് തന്നെയാണ്. പാമ്പിന്റെ സാന്നിധ്യം, പ്രത്യേകിച്ചും മഞ്ഞച്ചേര നിങ്ങളുടെ വീടുകളിൽ വരികയാണ് എങ്കിൽ അഥവാ പറമ്പിൽ കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം അനുകൂലമായ കാര്യങ്ങൾ, അത് ശുഭകരമായ വാർത്തകളാകാം. ധനപരമായ നേട്ടങ്ങളോ ഉയർച്ചയ്ക്ക് സഹായകരമായ ചില കാര്യങ്ങൾ വന്നു ചേരുന്നതോ ആകാം. ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയമാകാം. അത്തരത്തിൽ പല കാര്യങ്ങളും സംഭവിക്കാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. പ്രത്യേകിച്ചും ചില കാര്യങ്ങൾ പാമ്പുമായി ബന്ധപ്പെട്ട്, മഞ്ഞച്ചേരയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിലിന്റെ നേരെ കാണുകയാണ് എങ്കിൽ ഏറ്റവും വിശേഷമായാണ് കണക്കാക്കുന്നത്. കൂടാതെ കിഴക്ക് ദിശ, വടക്ക്, കിഴക്ക് എന്നീ പ്രധാനപ്പെട്ട ദിശകളിലും മഞ്ഞച്ചേരിയെ കാണുന്നത് ഏറ്റവും വിശേഷമായാണ് കണക്കാക്കുന്നത്. തെക്ക് പടിഞ്ഞാറായി ഇവ ചുരുണ്ട് കിടക്കുന്നതായി കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ്. അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറായി ഇവയെ കാണുന്നതും വിശേഷം തന്നെയാകുന്നു. അളവറ്റ രീതിയിലുള്ള ധനം നിങ്ങൾക്ക് വന്നു ചേരാം. അഥവാ സാമ്പത്തികപരമായ നേട്ടങ്ങളിലേക്ക് നയിക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ശുഭകരമാണ് ഈ സൂചന. ഈ ലക്ഷണം കാണുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ അടുത്തുള്ള നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വിശേഷമാണ്. കൂടാതെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും വിശേഷമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. പച്ച പുൽച്ചാടി അഥവാ പച്ചക്കുതിര നിങ്ങളുടെ വീടുകളിൽ വരികയാണ് എങ്കിൽ ഏറ്റവും വിശേഷമാണ്. പച്ച പുൽച്ചാടി അല്ലെങ്കിൽ പച്ചക്കുതിരയെ നിങ്ങൾ കാണുന്നത് ഏറ്റവും വിശേഷമാണ്. സന്ധ്യയ്ക്ക് അല്ലെങ്കിൽ വിളക്ക് വയ്ക്കുന്നതായ അവസരങ്ങളിലാണ് എങ്കിലും നിങ്ങൾ കാണുന്നത് വിശേഷമായി തന്നെ കണക്കാക്കുന്നു. കാരണം ഒരു വ്യക്തിക്ക് ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്നു എന്ന സൂചനയാണ്. ഇവർക്ക് ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയങ്ങൾ വന്നു ചേരാം. അതുമൂലം ധനപരമായ നേട്ടങ്ങൾക്ക് അവസരങ്ങൾ വന്നു ചേരാം. സ്ഥാനമാനങ്ങൾ ലഭിക്കുക, അല്ലെങ്കിൽ ജീവിതത്തിൽ വളരെ സന്തോഷകരമായ നിമിഷങ്ങൾ, ശുഭകരമായ സമയങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. നിങ്ങളെ സന്തോഷത്തിന് ഉതകുന്നതായ പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിച്ചു എന്ന് വരാം. പണം നിങ്ങൾ ചിന്തിക്കുന്നതിനും അപ്പുറമായി തന്നെ കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളുമുണ്ട്. ആ കാര്യവും സംഭവിക്കാവുന്നതാണ്. നിങ്ങളിൽ ഈശ്വരാനുഗ്രഹം വർദ്ധിച്ചിരിക്കുന്നു, ഈശ്വര കടാക്ഷം നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. കിരി ധനത്തിന്റെ അധിപനായ കുബേരനുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടുന്ന ഒരു ജീവിയാണ് കിരി. കിരിയെ നിങ്ങൾ വീടുകളിൽ കാണുന്നത് പോലും ഏറ്റവും ശുഭകരമായാണ് കണക്കാക്കുന്നത്. വടക്ക് ദിശയിൽ നിങ്ങൾ കിരിയെ കാണുകയാണ് എങ്കിൽ ഏറ്റവും വിശേഷമായി കണക്കാക്കുന്നു. ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉടനെ സംഭവിക്കുന്നതിന്റെ സൂചനയായി തന്നെ പരാമർശിക്കാം. ധനപരമായ നേട്ടങ്ങളാണ് വന്നു ചേരുക. ധനപരമായ നേട്ടങ്ങൾ അത് അളവിലും ഇരട്ടിയായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അപ്രതീക്ഷിതമായി ലഭിക്കുന്ന ധനഭാഗ്യമാകാം. നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ ധനം തിരികെ ലഭിക്കുന്നതാകാം. അല്ലെങ്കിൽ
നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതായ ധനം കൈകളിലേക്ക് വന്ന് ചേരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം. അപ്രതീക്ഷിതമായ ധനസ്രോതസ്സുകളിൽ നിന്നും, അത് സമ്മാനങ്ങളായോ അല്ലെങ്കിൽ ലോട്ടറിയുമായി ബന്ധപ്പെട്ടോ, അത്തരത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ധനം വന്ന് ചേർന്നു എന്ന് വരാം. അത്തരത്തിൽ പല കാര്യങ്ങളിലൂടെയും ധനപരമായ ഉയർച്ച വന്ന് ചേരുന്നതിന്റെ സൂചനയായി തന്നെ കണക്കാക്കാം. മറ്റൊന്ന് കറുത്ത ഉറുമ്പാണ്. കറുത്ത ഉറുമ്പിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കറുത്ത ഉറുമ്പ് മുട്ടയുമായി വീട്ടിലേക്ക് വരുന്നത് കാണുകയാണ് എങ്കിൽ, അപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ചില കാര്യങ്ങളിൽ വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്നവരാകാം. ആ ലക്ഷ്യം നേടണം എന്ന ഉദ്ദേശത്തോടെ മുന്നോട്ടു പോകുന്നവരാകാം. ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നു. ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ധനപരമായ നേട്ടങ്ങളോ മറ്റനുകൂലമായ കാര്യങ്ങളോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്ന സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. ഏറ്റവും വിശേഷപ്പെട്ടതായ ലക്ഷണമാണ്. സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയ സാധ്യത വർദ്ധിക്കാം. കൂടാതെ ഈ സമയം സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നു എന്ന് വരാം. ഇത്തരത്തിൽ പല കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യമെങ്കിലും ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. മറ്റുള്ളവരുടെ പ്രശംസ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. ശുഭകരമാണ് ഈ ഒരു ലക്ഷണം. മറ്റൊന്ന് മൂങ്ങയാണ്. മൂങ്ങയെക്കുറിച്ച് നിരവധിയാർന്ന കാര്യങ്ങൾ പരാമർശിക്കുവാൻ സാധിക്കും. സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ വാഹനം കൂടിയാണ് മൂങ്ങ. എന്നാൽ മൂങ്ങയുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. രാവിലെ നിങ്ങളുടെ വീടുകളിൽ അഥവാ പകൽ സമയങ്ങളിൽ മൂങ്ങയെ കാണുകയാണ് എങ്കിൽ അത് വിശേഷപ്പെട്ടതായ ഒരു ലക്ഷണമാണ്. കാരണം ധനത്തിന്റെ അധിപയായ സാക്ഷാൽ മഹാലക്ഷ്മി ദേവി നിങ്ങളുടെ വീടുകളിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. ആ വീടുകളിൽ മഹാലക്ഷ്മി ചൈതന്യം വിളങ്ങുവാൻ പോകുന്നു, ഐശ്വര്യം വർദ്ധിക്കാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചന. മഹാലക്ഷ്മി ദേവിയുടെ ദൃഷ്ടി ആ വീടുകളിൽ പതിഞ്ഞിരിക്കുന്നു എന്ന സൂചന. എന്നാൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, രാത്രി കാണുന്നത് മഹാലക്ഷ്മി ആ വീട്ടിൽ നിന്നും പടിയിറങ്ങുന്നതിനാലാണ്, അല്ലെങ്കിൽ അതിന്റെ സൂചനയായി കണക്കാക്കാം. അതിനാൽ ദോഷകരമായി ഭവിക്കും. മറ്റൊന്ന് പല്ലിയാണ്. വിളക്ക് കൊളുത്തുമ്പോൾ ശബ്ദമുണ്ടാക്കുന്നു എങ്കിൽ ശുഭകരമാണ് കാര്യങ്ങൾ. തുളസിക്കരിയിലായി പല്ലിയെ കാണുകയാണ് എങ്കിൽ അത് ശുഭകരമാകുന്നു. എന്നാൽ 3 പല്ലിയെ ഒരുമിച്ച് ഒരേ സമയം നിങ്ങൾ കാണുകയാണ് എങ്കിൽ, അത് വിളക്ക് തെളിയിക്കുമ്പോഴാണ് എങ്കിലും തുളസിയുടെ അടുത്താണ് എങ്കിലും ഏറ്റവും വിശേഷമാണ്. മഹാഭാഗ്യം നിങ്ങളെ തേടി എത്താൻ പോകുന്നു. ശത്രുക്കളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വിജയങ്ങൾ, ശത്രു വിജയങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്ന കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ധനപരമായ അത്ഭുതകരമായ നേട്ടങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ, ശുഭവാർത്തകൾ കേൾക്കാൻ പോകുന്നു എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. മഹാലക്ഷ്മി സാന്നിധ്യത്തെ അഥവാ മഹാലക്ഷ്മി അനുഗ്രഹത്തെ ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നതുമാണ്. ചെറു കിളികൾ നിങ്ങളുടെ വീടുകളിൽ വരുന്നു എങ്കിൽ അത് ചില സൂചനകളാണ് നമുക്ക് നൽകുക. പ്രത്യേകിച്ചും അതിരാവിലെയും സന്ധ്യാസമയത്തും വരുന്നത് വിശേഷമാണ്. ധാരാളമായി കാണുന്നു എങ്കിൽ മഹാഭാഗ്യം ഉടനെ വന്നു ചേരുന്നു, കാലതാമസം ഉണ്ടാകില്ല എന്ന സൂചനയാകുന്നു. പണം കൈകളിലേക്ക്, അല്ലെങ്കിൽ ധനപരമായ നേട്ടങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ, അപ്രതീക്ഷിതമായ ധന നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. ഉപ്പനെ നിങ്ങൾ നിത്യവും കാണുകയാണ് എങ്കിൽ ശുഭകരമാണ്. പ്രത്യേകിച്ചും വടക്ക് ദിശയിൽ നിന്ന് ശബ്ദം ഉണ്ടാക്കുന്നു എങ്കിൽ, ഇനി അഥവാ കാണുവാൻ സാധിച്ചില്ല എങ്കിലും ഈ ദിശയിൽ നിന്നും ശബ്ദം കേൾക്കുന്നത് ഇരട്ടി ഫലദായകമാണ്. ഉപ്പൻ വീടുകളിൽ വരുന്നത് പോലും ലക്ഷ്മി നാരായണ കടാക്ഷത്താലാണ് എന്ന കാര്യം ഓർക്കുക. ഉടനെ നിങ്ങളുടെ ജീവിതത്തിൽ ധനം, പണം വന്നു ചേരാൻ പോകുന്നതിന്റെ സൂചനയായി തന്നെ പരാമർശിക്കാം. ഏറ്റവും വിശേഷപ്പെട്ടതായ ലക്ഷണമാണ്.
നിങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും കടന്നു വരാൻ പോകുന്നു എന്ന് നിസ്സംശയം പറയാം.